ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ടോപ്പിക്കാണ് റിവൈസ് ചെയ്യുന്നത്. ഓഡിയോ ക്ലാസ് ആണ്, ജസ്റ്റ് റിവിഷൻ എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരാശയം ഉരുത്തിരിഞ്ഞ് വന്നത് എന്നൊക്കെ നോക്കാം. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായ ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് 1935 ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടത്. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ട INC സമ്മേളനമാണ് ഫൈസ്പൂർ സമ്മേളനം. ഫൈസ്പൂർ സമ്മേളനം ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1936-37 സമയങ്ങളിലാണ് ഫൈസ്പൂർ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഔദ്യോഗികമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് ഫൈസ്പൂർ സമ്മേളനത്തിൽ. ഓക്കെ, മറ്റ് ഒരു PYQ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നൊരു ചോദ്യമുണ്ട്. അത് സ്വരാജ് പാർട്ടിയാണ്. 1923 ജനുവരി 1 നിലവിൽ വന്ന സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി. അതിൻ്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയായിരുന്നു? മോത്തിലാൽ നെഹ്റുവും CR ദാസും ആയിരുന്നു. മോത്തിലാൽ നെഹ്റുവും CR ദാസും. ഇനി മറ്റൊരു റിപ്പീറ്റിംഗ് ചോദ്യമുള്ളത്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അതാരാണ്? MN റോയ് ആണ്. MN റോയ് ആണ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തി MN റോയ്. 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരികയാണ്. എന്നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്? 1946 മാർച്ച് 23 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ക്യാബിനറ്റ് മിഷൻ വന്നപ്പോൾ അതിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇതിൽ ഈ പെത്വിക് ലോറൻസ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ആരൊക്കെയാണ്? ലോറൻസ്, ക്രിപ്സ്, അലക്സാണ്ടർ. അങ്ങനെ പഠിച്ചു വയ്ക്കാം. 3 അംഗങ്ങളായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, അതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. അങ്ങനെയാണ് ഈ 3 ശുപാർശകളാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെയാണ്? ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്കൊരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക, ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അതുപോലെ ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് വെറുതെ ആയില്ല. അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ തീരുമാനമായി. 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായി. എവിടെയാണ്? സെൻട്രൽ ഹാൾ ഓഫ് ഡൽഹി പാർലമെൻറ്റിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഈ ആദ്യ സമ്മേളനത്തിൽ ഒരു താൽക്കാലിക അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടക്കാല അധ്യക്ഷൻ ഉണ്ടായിരുന്നു. അതാരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ. ഓക്കെ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഒരു രീതി പ്രകാരം ഏറ്റവും പ്രായം കൂടിയ ആളെയാണ് ആ സമയത്ത് എന്താക്കുന്നത്? അധ്യക്ഷനാക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് മീറ്റിങ്ങിൽ താൽക്കാലിക അധ്യക്ഷനായി നിയോഗിച്ചത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ആയിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 മെമ്പേഴ്സാണ്. 207 മെമ്പേഴ്സാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. മൊത്തം 389 മെമ്പേഴ്സിനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ കൂടിയിട്ടും ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഫസ്റ്റ് മീറ്റിങ്ങിന് വന്നപ്പോൾ 207 മെമ്പേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണ്? മുസ്ലിം ലീഗ് ഈ ഒരു മീറ്റിംഗ് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്താ? അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഭരണഘടന വേണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ പരിഗണിക്കാതെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ഒരു സഭയായിട്ടാണ് രൂപീകരിച്ചത്. അപ്പോൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് ടോട്ടൽ മെമ്പേഴ്സ് 389 ഉണ്ടായിരുന്നിട്ടും 207 മെമ്പേഴ്സ് മാത്രമേ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തുള്ളൂ. അപ്പോൾ ഈ ആദ്യ മീറ്റിങ്ങിൽ 207 പേര് പങ്കെടുത്തതിൽ 9 പേരും വനിതകളായിരുന്നു. ക്ലിയർ?
ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? JB കൃപലാനിയാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്. അങ്ങനെ 1946 ഡിസംബർ 11 എന്ത് ചെയ്തു? രണ്ടാമത് മീറ്റിംഗ് നടക്കുകയാണ്. ആദ്യ മീറ്റിംഗ് നടന്നതെന്നാണ് 1946 ഡിസംബർ 9 അല്ലെ? ഇത് ഫോം ചെയ്തത് 1946 ഡിസംബർ 6 സഭ ഫോം ചെയ്തത്. ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 1946 ഡിസംബർ 9. അന്നാണ് സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക അധ്യക്ഷനായി നിയോഗിച്ചത്. അടുത്ത മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 11. അപ്പോൾ സ്ഥിരാധ്യക്ഷനെ തിരഞ്ഞെടുക്കുകയാണ്. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉപാധ്യക്ഷന്മാരായിട്ട് HC മുഖർജിയും VT കൃഷ്ണമാചാരിയെയും തിരഞ്ഞെടുത്തു. ഉപാധ്യക്ഷന്മാർ HC മുഖർജി, VT കൃഷ്ണമാചാരി. നെക്സ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 13 വളരെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് 1946 ഡിസംബർ 13. ഇതാണ് പിന്നീട് എന്തായി മാറിയത്? ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. അങ്ങനെ അത് ആമുഖമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആകെ അംഗസംഖ്യ 389 ആയിരുന്നു എന്ന് പറഞ്ഞു. 389 പേരിൽ 17 പേര് സ്ത്രീകളായിരുന്നു. ഇനി ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 299 പേര് ഇന്ത്യയിലേക്കും 90 പേര് പാകിസ്ഥാനിലേക്കും പോയി. അപ്പോൾ അതിൽ 15 ലേഡീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ. 2 പേര് പോയവരിലായിരുന്നു ബാക്കി 2 പേര് വനിതകളായിട്ട് ഉണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? 389 ആകെ അംഗസംഖ്യയിൽ 17 സ്ത്രീകളും 17 മലയാളികളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ 389 വീണ്ടും ഇന്ത്യ പാക് എന്ന് ഡിവൈഡ് ചെയ്തപ്പോൾ 299 പേരാണ് വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിൽ 15 ലേഡീസാണ് ഉണ്ടായിരുന്നത്. ബാക്കി 90 പേര് പാകിസ്ഥാനിലേക്ക് പോയവരിൽ 2 ലേഡീസും കൂടി ഉണ്ടായിരുന്നു. ക്ലിയർ? അപ്പോൾ ഈ 17 വനിതകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ 3 പേര് എന്താണ്? നമ്മളുടെ മലയാളി സ്ത്രീകളാണ്. അവരാരൊക്കെയാണെന്ന് നോക്കി വെക്കണം. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആനി മസ്ക്രീനും മദ്രാസ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. അതിൽ ഈ ദാക്ഷായണി വേലായുധൻ ഒരു ദളിത് വനിതയായിരുന്നു. ഓക്കെ, അത് നമുക്കൊരു ആനി അമ്മുവിന് ദക്ഷിണ കൊടുത്തു എന്നൊരു കോഡിലൂടെ ഓർത്ത് വയ്ക്കാം. ആനി അമ്മുവിന് ദക്ഷിണ കൊടുത്തു. ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ നമ്പേഴ്സ്, ഈ അംഗസംഖ്യകളൊക്കെ ക്ലിയർ ആക്കി ഓർത്ത് വെക്കണം. 389 അത് പിന്നെ ഡിവൈഡ് ചെയ്തു. 299 90 മാറി. 389 17 പേർ വനിതകളായിരുന്നു. വിഭജനത്തിന് ശേഷം 299 ആയപ്പോൾ അതിൽ 15 വനിതകളാണ്. ഓക്കെ, ഈ 17 വനിതകളിൽ 3 പേരെന്തായിരുന്നു? മലയാളികളായിരുന്നു. അവരാരൊക്കെ? ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഫ്രാങ്ക് ആന്റണി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. ആര്? ഫ്രാങ്ക് ആന്റണി. അതുപോലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാനായി അറിയപ്പെട്ടിരുന്നത് SN മുഖർജി. SN മുഖർജി ആയിരുന്നു ഡ്രാഫ്റ്റ്മാൻ ആയിട്ട് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഒരുപാട് കമ്മിറ്റികൾ ഫോം ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് ഭരണഘടനാ സമിതി എന്നൊക്കെ അറിയപ്പെടുന്നു. 1947 ഓഗസ്റ്റ് 29 ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിലാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. മൊത്തം 22 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കമ്മിറ്റിയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതുപോലെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 അംഗങ്ങളാണ്, ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനൊരു കോഡ് പറയാം. അംബേദ്കർ മെത്തയിലിരുന്ന് DP നോക്കി മുൻപിലേക്ക് സ്വാദുള്ള ലഡുവുമായി ഗോപാലൻ വന്നു. എങ്ങനെയാണ്? അംബേദ്കർ മെത്തയിലിരുന്ന് DP നോക്കി മുൻപിലേക്ക് സ്വാദുള്ള ലഡുവുമായി ഗോപാലൻ വന്നു. ഈ ഒരൊറ്റ കോഡിലൂടെ നമുക്ക് ഈ മെമ്പേഴ്സിനെ ഓർത്ത് വയ്ക്കാം. ഇത് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ ഇതിൽ തന്നിട്ടുള്ളതിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് അല്ലാത്തത് ആര്? അന്ന് നെഹ്റു ആയിരുന്നു ആൻസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് മെമ്പേഴ്സ്. BR അംബേദ്കർ ആണ് ചെയർമാൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി BL മിത്തർ, DP ഖെയ്ത്താൻ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. നോക്കൂ, അംബേദ്കർ മെത്തയിലിരുന്ന്, മെത്ത എന്ന് പറയുമ്പോൾ BL മിത്തറിനെയാണ് ഉദ്ദേശിച്ചത്. DP നോക്കി, DP ഖെയ്ത്താൻ, KM മുൻഷി, മുൻപിലേക്ക് എന്ന് പറയുമ്പോൾ മുൻഷി, മുഹമ്മദ് സാദുള്ള, സ്വാദുള്ള എന്നുള്ളതിൽ മുഹമ്മദ് സാദുള്ള വരും. സ്വാദുള്ള എന്തുമായിട്ടാണ് വന്നേ? ലഡുവുമായിട്ട്
പകരമായിട്ട് വന്നു. അപ്പോൾ അല്ലാടി എന്നാലോചിക്കുക, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ ഗോപാലൻ വന്നു, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. കണക്ട് ചെയ്യാൻ പറ്റിയില്ലേ കോഡുമായിട്ട്? BR അംബേദ്കർ, BL മിത്തർ, DP ഖെയ്ത്താൻ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ എന്നിവരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റും കൂടിയുണ്ട്. BL മിത്തറിന് പകരമായിട്ട് N മാധവറാവു പ്ലേസ് ചെയ്തു. പിന്നെ DP ഖെയ്ത്താൻ മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ TT കൃഷ്ണമാചാരിയാണ് പകരമായിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് വന്നത്. അപ്പോൾ BL മിത്തറിന് പകരം N മാധവറാവും, DP ഖെയ്ത്താന് പകരം TT കൃഷ്ണമാചാരിയുമാണ് ചാർജ് എടുത്തത് പിന്നീട്. ഓക്കെ, അങ്ങനെ ഭരണഘടനയുടെ കരട് പ്രസിദ്ധപ്പെടുത്തിയ വർഷമാണ് 1948 ഫെബ്രുവരി 28. 1948 ഫെബ്രുവരി 28 ഭരണഘടനയുടെ കരട് പ്രസിദ്ധപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ്, അല്ലെങ്കിൽ ആമുഖത്തിൽ ഉൾപ്പെട്ട ഏക തീയതി എന്ന് ചോദിച്ചാൽ 2 ചോദ്യത്തിനും ഒരേ ഉത്തരവാണ്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. അത് നിലവിൽ വന്നതെന്നാണ്? ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ക്ലിയർ അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഒരു NCERT ഫാക്റ്റാണ് ഇനി നമ്മൾ പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് NCERT ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള ഒരു ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഏവ? 3 ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ: 1. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയും. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയും. 2. വിചിന്തന തത്വം. എന്താണ് ഈ വിചിന്തന തത്വം? സഭ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ചയുടെയും സംവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂട്ടായി പൊതു താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിനാണ് വിചിന്തന തത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സഭ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ചയുടെയും സംവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂട്ടായി ഒരു പൊതു താല്പര്യത്തിന് വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് എന്ന പരിശോധന. 3-ാമത്തെ പോയിന്റ് നടപടിക്രമങ്ങളാണ്. നടപടിക്രമങ്ങൾ എന്നാൽ സഭയുടെ പ്രവർത്തനം സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളാണ് നടപടിക്രമങ്ങൾ. ഓക്കെ, സഭയുടെ പ്രവർത്തനങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളാണ് നടപടിക്രമങ്ങൾ എന്നതിൽ വരുന്നത്. അപ്പോൾ 3 പോയിന്റ്സ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയും. 2. വിചിന്തന തത്വം. 3. നടപടിക്രമങ്ങൾ. ആ ഇയേഴ്സ് ഒക്കെ ഒന്നുകൂടി നോക്കാം. 1946 ഭരണഘടനാ നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി 1948 ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ്. 49 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. 1951 എന്ത് സംഭവിച്ചു? ആദ്യത്തെ ഭേദഗതി നിലവിൽ വന്നു കേട്ടോ. ആദ്യത്തെ ഭേദഗതി നിലവിൽ വന്നത് 1951. ഈ ഭേദഗതികളെ കുറിച്ച് പറയുന്നത് എവിടെയാ? പാർട്ട് 20 പാർട്ട് 20 ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത്. ഈ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഓക്കെ, ഇനിയും ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൊത്തം 22 കമ്മിറ്റികൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ മറ്റൊരു കമ്മിറ്റിയാണ് യൂണിയൻ പവർ കമ്മിറ്റി. യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, അതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാൻ. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കാൻ, യൂണിയൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കമ്മിറ്റികളുടെയൊക്കെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. 2 കമ്മിറ്റിയാണ്, യൂണിയൻ പവർ കമ്മിറ്റിയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും. ഇത് രണ്ടിൻ്റെയും ചെയർമാൻ ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങളുടെ കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ചെയർമാൻ. മൗലികാവകാശങ്ങളുടെ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ മറ്റൊരെണ്ണമാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനും സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നേ. ഇനി മറ്റൊരെണ്ണമുണ്ട്, ഈ മൗലികാവകാശങ്ങളുടെ സബ് കമ്മിറ്റി ആണെങ്കിൽ JB കൃപലാനി. ഓക്കെ, മൗലികാവകാശങ്ങളുടെ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലും, മൗലികാവകാശം സബ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ JB കൃപലാനിയുമാണ് ഉത്തരം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 5 കമ്മിറ്റി മൊത്തം പറഞ്ഞു. യൂണിയൻ പവർ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാലും ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. ഇനി അടുത്തത് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ മൗലികാവകാശങ്ങളുടെ കമ്മിറ്റി ചോദിച്ചാലും സർദാർ വല്ലഭായ്
വല്ലഭായ് പട്ടേൽ. ചോദ്യം മൗലികാവകാശങ്ങളുടെ സബ് കമ്മിറ്റി എന്നാണെങ്കിൽ JB കൃപലാനിയാണ്. ക്ലിയർ? ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഇനി ന്യൂനപക്ഷ കമ്മിറ്റി ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാനും സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ട്രൈബൽ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി, ട്രൈബൽ കമ്മിറ്റി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, മൗലികാവകാശം കമ്മിറ്റി, ഇത്രയും സർദാർ വല്ലഭായ് പട്ടേലാണ് അധ്യക്ഷനായിരുന്നത്. ഇനി സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവർ കമ്മിറ്റി പോലെ തന്നെ മറ്റൊരു കമ്മിറ്റി സ്റ്റേറ്റ്സ് കമ്മിറ്റി, അതിൻ്റെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റുവാണ്. മൊത്തം 22 കമ്മിറ്റികളുണ്ട്. ഇതെല്ലാം നമുക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റില്ലെങ്കിൽ കൂടിയിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അധ്യക്ഷൻ. അതുപോലെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, അതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ് അഡ്ഹോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, സ്റ്റിയറിംഗ് വെച്ചൊരു വണ്ടിയിൽ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആര് പോകുന്നു? രാജേന്ദ്ര പ്രസാദാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ആലോചിച്ച് വയ്ക്കാം. ഇനി ഹൗസ് കമ്മിറ്റി ഉണ്ട്. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യാണ് ഹൗസ് കമ്മിറ്റി. അതുപോലെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയുടെയാണ്. അങ്ങനെ ഒരു 22 കമ്മിറ്റികളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ചെയർമാൻമാരെയൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊരു പോയിന്റാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ 17 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 3 പേര് വനിതകളായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? ബാക്കിയുള്ള ഒരു 14 പേരും കൂടി ഉണ്ട്. അത് ആരൊക്കെയാണെന്നും കൂടി അത് നോട്ട് ചെയ്ത് വെക്കണം. കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഡോക്ടർ ജോൺ മത്തായി. യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ ജോൺ മത്തായി. കൊച്ചിയിൽ നിന്ന് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു? തിരുവിതാംകൂറിൽ നിന്ന് പട്ടം A താണുപിള്ള, R ശങ്കർ, S നടരാജപിള്ള, പിന്നെ KA മുഹമ്മദ്, PT ചാക്കോ. പട്ടം A താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. അതുപോലെ മദ്രാസിൽ നിന്ന് K മാധവമേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, P പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇതെല്ലാം പഠിച്ചു വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കൊച്ചിയും യുണൈറ്റഡ് പ്രൊവിൻസും ഓർത്ത് വയ്ക്കുക. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ കൊച്ചിയിൽ നിന്നും, യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് ഡോക്ടർ ജോൺ മത്തായും. അതുപോലെ 3 വനിതകൾ ആരൊക്കെയാണ്? ആനി മസ്ക്രീൻ ആണ് തിരുവിതാംകൂറിൽ നിന്നുള്ള വനിതയായിരുന്നു. അതുപോലെ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും, അവർ രണ്ടുപേരും മദ്രാസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇത്രയും ഒക്കെ പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തെടുക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ലൈക്കും കമൻസും എല്ലാം ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ്